പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം ബുധൻ്റെ രാശിചാരമാണ്. ബുധൻ ഉച്ചക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. 1201 ചിങ്ങമാസം 30 അതായത് 2025 സെപ്റ്റംബർ മാസം 15 ബുധൻ തൻ്റെ ഉച്ചരാശിയായ കന്നിയിലേക്ക് വന്നിരിക്കുകയാണ്. കന്നിയിൽ ബുധന് അത്യുച്ചമാണ്. കന്നി 15 ബുധൻ്റെ ദ മോസ്റ്റ് എക്സാൾട്ടഡ് പൊസിഷൻ ഓഫ് മെർക്കുറി, അത്യുച്ചമാണ് കന്നി 15. ഇവിടെ സൂര്യനും കൂടെ നിപുണയോഗം ചെയ്തുകൊണ്ട് ബുധന് ചെറിയ ഒരു മൗഢ്യമുണ്ട്. പക്ഷേ ഏകരാശിയിലെ മൗഢ്യം പ്രശ്നമല്ല. ബുധൻ കേവലം 18 ദിനങ്ങൾ മാത്രമാണ് കന്നിരാശിയിൽ ഉണ്ടാവുക. പക്ഷേ ബുധൻ ഒരു ദിവസമായാലും പ്രശ്നമല്ല. ബുധ ഫലദസ്തു സർവദാ, ഏത് സമയത്തും ഫലം തരുന്ന ഗ്രഹമാണ് ബുധൻ. ആ ഒരു സിദ്ധി ബുധന് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് എ ഗാംബ്ലിംഗ് പ്ലാനറ്റ്. ഗാംബ്ലറാണ് ബുധൻ. ഊഹക്കച്ചവടം, ലോട്ടറി, ഷെയർ മാർക്കറ്റിംഗ്, ഇതിലൊക്കെ വളരെയധികം പ്രത്യേകതകളും വളരെയധികം മാറ്റങ്ങളും വ്യക്തിക്ക് അനുകൂല സ്ഥിതിയും ധനപരമായ അഭിവൃദ്ധിയും ഒക്കെ പ്രദാനം ചെയ്യും ഈ 18 ദിനങ്ങളെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക. അതിനാൽ ഓരോ രാശിക്കാർക്കും ബുധൻ എപ്രകാരമാണ് ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുക എന്ന വിഷയം നമുക്ക് ചർച്ച ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ബുധൻ്റെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവും ഉച്ചക്ഷേത്രവും കന്നിയാണ്. മറ്റൊരു ബുധൻ്റെ സ്വക്ഷേത്ര രാശി മിഥുനമാകുന്നു. മിഥുനവും കന്നിയുമാകുന്നു ബുധൻ്റെ ക്ഷേത്രങ്ങൾ. ബുധൻ്റെ നീചക്ഷേത്രമാകട്ടെ ഉച്ചരാശിയുടെ 7ാം രാശിയായ മീനം രാശി. മീനം 15 ബുധൻ അതിനീചത്തെ ഉണ്ടാക്കുന്നത്. ബുധൻ ദുർബലനായാൽ എന്താണ് ബുധൻ്റെ ദോഷം? ബുധൻ മനസ്സിൻ്റെ ബാലൻസിനെ നിയന്ത്രിക്കുന്ന ഗ്രഹമാണ്. ബുധൻ ദുർബലമായാൽ, നീചസ്ഥനായാൽ, മൗഢ്യത്തോടുകൂടെ വന്നാൽ ഭ്രാന്തിയും ഒരു തരത്തിലുള്ള ഉന്മാദമാണ് ആ വ്യക്തി പ്രകടിപ്പിക്കുക. അയാളുടെ വാക്കുകളും വളരെ കഠോരമായിരിക്കും, മോശമായിരിക്കും. പിന്നീട് ബുധനുണ്ടാക്കുന്ന ഒരു പ്രധാന രോഗമാണ് ത്വഗ് രോഗങ്ങൾ. ത്വഗ് സംബന്ധിച്ച രോഗങ്ങളുടെയും കാരകനാണ് ബുധൻ. ഇവിടെ ബുധനെ നാം എങ്ങനെയാണ് സന്തോഷിപ്പിക്കുക? നീചത്തിലല്ല ബുധൻ നിൽക്കുന്നത്. അത് ദുർബലനായ നീചത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദോഷഫലങ്ങൾ ഞാൻ പറഞ്ഞു. പക്ഷെ ബുധൻ ഉച്ചസ്ഥനായാൽ ആ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും വളരെ ടാക്ട്ഫുള്ളായി നയിച്ച് മുന്നോട്ട് നയിക്കുവാനുള്ള പ്രത്യേക ശേമുഷിയും അതിൻ്റെ കരുത്തും യുക്തിയും ഉപായവും തരുന്നു. ഈ 18 ദിവസം ബ്രോക്കർമാർക്കൊക്കെ വളരെ നല്ല സമയമാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും വളരെ നന്നായി തീരുമാനിച്ച് മുന്നോട്ട് നയിക്കുവാനുള്ളൊരു പ്രാബല്യം ഈ ബുധൻ കൈവരുത്തുന്നതാണ്. പക്ഷേ എല്ലാ ഗ്രഹങ്ങൾക്കും ഓരോ രാശിയിൽ നിന്നും ബുധൻ നിൽക്കുന്ന രാശിയുടെ ബലത്തിനനുസരിച്ച് ശുഭാശുഭ ഫലങ്ങൾ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ശ്രീരാമാദ്യ അവതാര വിഷ്ണു രുദ്രക്ഷേത്രേഷു ചന്ദ്രാത്മജ. ചന്ദ്രപുത്രനായ ബുധൻ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ മുതലായ അവതാര ദൈവങ്ങളെ സൂചിപ്പിക്കുന്നു. ഇവിടെ ബുധൻ്റെ ദശയിലോ അപഹാരത്തിലോ അല്ലെങ്കിൽ ബുധൻ പവർഫുള്ളായി നിൽക്കുന്ന സമയത്തോ നിങ്ങൾക്ക് നന്നായി, അല്ലെങ്കിൽ ആയില്യം, തൃക്കേട്ട, രേവതി നക്ഷത്രക്കാർക്ക് നന്നായിട്ട് ശ്രീരാമസ്വാമിയെ ഭജിക്കാം, ശ്രീകൃഷ്ണസ്വാമിയെ ഭജിക്കാം. ഭൂമി വിഷയത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരാഹമൂർത്തി സ്വാമിയെ ഭജിക്കാം. ശത്രുദോഷമുണ്ടെങ്കിൽ നരസിംഹസ്വാമിയെ ഭജിക്കാം, അല്ലെങ്കിൽ പരശുരാമസ്വാമിയെ ഭജിക്കാം. ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളെയും നിങ്ങളുടെ രാശിയുടെ ബുധൻ്റെ പൊസിഷൻ സ്ഥിതിക്കനുസരിച്ച് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയം, ആയില്യം നക്ഷത്രം ഉൾപ്പെടുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ കർക്കിടക രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് ശക്തമായ 3ാം ഭാവത്തിലാണ്. 3ാം ഭാവം വിക്രമ ഭാവമാണ്, പരാക്രമ ഭാവമാണ്, സഹോദര ഭാവമാണ്. ആ ബുധൻ അവിടെ ഏത് നന്മകൾ, എന്തെല്ലാം നന്മകൾ പ്രദാനം ചെയ്യുമെന്ന് നമുക്കറിയണം. ഇവിടെ 12ാം ഭാവാധിപത്യമുണ്ട് ബുധന്. അത് ശരീരത്തിലുണ്ടാകുന്ന വൈകല്യങ്ങളൊക്കെ തന്നെയാണ്. 12ാം ഭാവം വൈകല്യമായ ഭാവമാണ്. അത് 2ാം ഭാവം മാരകസ്ഥാനാധിപനായ സൂര്യനോടുകൂടെ 3ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ത്വക് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. മനസ്സിന് അധികേറ്റം ടെൻഷൻ കൊടുക്കരുത്. മനസ്സിനെ ഫ്രീ ആയി വിടണം. മെഡിറ്റേഷൻ ചെയ്യണം.
മറ്റൊരു പ്രധാനപ്പെട്ട ഭാവം 3-ാം ഭാവാധിപനാണ്. ധൈര്യം, വീര്യം, ദുർബുദ്ധി, സഹോദരങ്ങൾ, പരാക്രമങ്ങൾ, ഇതൊക്കെയാണ് 3-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. അവിടെ ബുധൻ നിൽക്കുമ്പോൾ ചമത്കാരി ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലം അങ്ങേയറ്റം മഹത്തരമാണ്. വണിക്മിത്രത, പണ്യകൃത്, വൃത്തിശീല. വലിയ വ്യാപാരിയുടെ സുഹൃത്താകും. പണ്യകൃത് വാങ്ങും കൊടുക്കും, കാര്യങ്ങൾ കച്ചവടം ചെയ്യും. വൃത്തിശീല വ്യാപാരങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ സജീവമായി ഇറങ്ങി ചെല്ലും. വശിത്വം ദിയ ദുർവശാന മുബേദി. പിറകെ തിരിഞ്ഞിരിക്കുന്നവരൊക്കെ തന്നെ തൻ്റെ ഉപായത്തിലൂടെ തൻ്റെ കൺട്രോളിൽ കൊണ്ടുവരാം. നയചാതുര്യത്തിൻ്റെ ഗ്രഹമാണ് ബുധൻ. അതിനാൽ നല്ല നയത്തിലൂടെ, ഉപായത്തിലൂടെ, പ്രത്യേകിച്ച് ഈ സമയത്ത് ഏറ്റവും അധികം ശോഭിക്കുക ബ്രോക്കർ, ഏജൻസ് ഒക്കെയാണ്. പലപ്പോഴും ഒരു കച്ചവടമൊക്കെ പൊട്ടി നിൽക്കുന്ന കച്ചവടം 3-ൽ ബുധനുള്ള വ്യക്തി പോയാൽ വളരെ പെട്ടെന്ന് തന്നെ അതൊരു തീരുമാനമാകും. രണ്ടുപേരെയും കൈപിടിച്ചിതാ കച്ചവടം പൊട്ടിച്ചു. മിഡിൽ മാൻ, ബ്രോക്കറേജ്, ഇതിൻ്റെ ഗ്രഹമാണ് ബുധൻ. ആ ഒരു ഗുണം കർക്കിടക രാശിക്കാർക്ക് ഇതാ ലഭിക്കാൻ പോകുന്നു 18 ദിവസം. വിനീതോതി ഭോഗം ഭജേ സന്യസേത്വ. തനിക്ക് സന്യാസ യോഗം ഉണ്ടാകുന്നു. കാരണം 3-ലെ ബുധൻ നോക്കുന്നത് എവിടത്തേക്കാണ്? 9-ാം ഭാവത്തിലേക്കാണ്. നല്ല സന്യാസ യോഗമുണ്ടാവുക, നല്ല തീർത്ഥാടന ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക. ബുധൻ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ മുതലായ അവതാര ദൈവങ്ങളാണ്. ദ ഇൻകാർണേഷൻ ഓഫ് ലോർഡ് വിഷ്ണു. വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളാണ്. അവതാര ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുവാനൊക്കെ വളരെ അനുകൂലമാണ്. പ്രത്യേകിച്ച് നരസിംഹക്ഷേത്രത്തിലേക്ക് പോവുക. ബ്രോക്കർമാർ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ പോവുക. അവിടെ ഓം വരാഹമൂർത്തയെ നമഃ എന്ന പ്രാർത്ഥന. നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് ഓം ലക്ഷ്മി നരസിംഹമൂർത്തയെ നമഃ. പ്രയാസങ്ങളൊക്കെ മാറട്ടെ പ്രിയപ്പെട്ട കർക്കിടകൻ രാശിക്കാരെ. തൃതീയെ അനുജൈഹി ബാധയന്തേ ലതാവാൻ. തൻ്റെ സഹോദരങ്ങൾ ഒരു മഹാവൃക്ഷം പോലെ തന്നെ ചുറ്റി നിൽക്കും. താൻ വൃക്ഷമാണ്. സഹോദരങ്ങൾ ആരാണ്? വള്ളികളാണ്. ലതാവാൻ, വള്ളി, പടർന്നു കയറുന്ന വള്ളിയെപ്പോലെ സഹോദരങ്ങൾ തനിക്ക് ചുറ്റും. എത്രയോ ജാതകങ്ങൾ നാം കാണാറുണ്ട്. 3-ൽ ബുധനുള്ള വ്യക്തികളുടെ സഹോദരങ്ങൾ ഈ ജ്യേഷ്ഠ ഭ്രാതാവിനെ കൊണ്ട് അദ്ദേഹം വിദേശത്ത് പോയി 5-6 സഹോദരങ്ങളെയും അല്ലെങ്കിൽ സഹോദരികളെ ഭർത്താക്കന്മാരെയും ഒക്കെ വിദേശത്ത് കൊണ്ടുപോയി അവരെ സംരക്ഷിച്ച ഒരു ബുധനാണ് 3-ലെ ബുധൻ. അപ്രകാരം പലപ്പോഴും സഹോദരങ്ങൾക്ക് അവരുടെ വിദേശയാത്ര, അവരുടെ പഠനം സംബന്ധിച്ച വിഷയങ്ങൾക്കൊക്കെ തന്നെ നല്ല തീരുമാനങ്ങൾ എടുത്ത് അവരെ പൊക്കി കൊണ്ടുവരുവാൻ ഈ 3-ലെ ബുധൻ കർക്കിടകൻ രാശിക്കാരെ ഈ 18 ദിനക്കാലം സഹായിക്കും. എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം.